എൻ്റെ പേര് വീണ. ഞാൻ എടപ്പള്ളി ഇടവകാംഗമാണ്. ഞാൻ കുവൈറ്റിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത് നവംബർ 2022 അത് വരാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ മമ്മി വീണ എമർജൻസി ആയിട്ട് അഡ്മിറ്റായിരുന്നു ഹോസ്പിറ്റലിൽ. അങ്ങനെ ഞാൻ 10 ദിവസത്തെ അവധിക്ക് വേണ്ടി എമർജൻസി ലീവായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം മമ്മിയുടെ ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത കൂടെ എൻ്റെ ബ്ലഡും ഞാൻ ചെക്ക് ചെയ്തപ്പം അതിനകത്ത് ഇൻഫെക്ഷൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. അത് ഫോളോ അപ്പ് വേണ്ടി ചെയ്ത് അൾട്രാസൗണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം ലെഫ്റ്റ് ആക്സിലറി ലിംനോഡ് കണ്ടുപിടിച്ചു. അപ്പോൾ ലിംനോഡ് ഇച്ചിരി വലിയ സൈസായിരുന്നു. ഡോക്ടർ ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. ബയോപ്സി ചെയ്തു. ബയോപ്സിക്ക് വിട്ട് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത്. ആകെ തകർന്ന ഒരവസ്ഥയിലായിരുന്നു. എനിക്ക് 14 ദിവസത്തിനുള്ളിൽ തിരിച്ചവിടെ ചെല്ലുകയും ചെയ്യണമായിരുന്നു, ഇല്ലെങ്കിൽ ജോലി പോകുമായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. ഉപ്പും തേനുമെല്ലാം ഉപയോഗിച്ചതിൻ്റെ ഫലമായി ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ ചെറിയൊരു ഇൻഫെക്ഷൻ ഉള്ളായിരുന്നു. അത് 6 മാസം കൊണ്ട് ഫുള്ളി ക്യൂർ ആവുകയും ഇപ്പോൾ ലിംനോഡിൻ്റെ സൈസ് വളരെ ചെറുതാവുകയും ചെയ്തു. പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, മാതാവേ എങ്ങനെയെങ്കിലും എനിക്ക് 13ാമത്തെ ദിവസമെങ്കിലും അവിടെ എത്താൻ പറ്റണമേ എന്ന്. അത് എത്താൻ പറ്റുകയും ചെയ്തു. കറക്റ്റ് 13ാമത്തെ ദിവസം ഞാൻ അവിടെ എത്തുകയും 14ാമത്തെ ദിവസം ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു ബന്ധുവിന് ഞങ്ങൾ കുറച്ച് പൈസ അവൻ്റെ ബാങ്കിൽ ഇടാൻ വേണ്ടി കൊടുത്തായിരുന്നു. അത് ഞങ്ങൾ അത്യാവശ്യ ഘട്ടത്തിൽ തിരിച്ചു ചോദിച്ചപ്പം പുള്ളിയുടെ കയ്യിൽ നിന്ന് പൈസയെല്ലാം മിസ്സായെന്ന് പറഞ്ഞു. അത് കുടുംബക്കാരെല്ലാം ഇടപെട്ട്, ഞാനതൊരു നിയോഗമായിട്ട് വെച്ചിരുന്നു. കുടുംബക്കാരെല്ലാം ഇടപെട്ട് അത് ഞങ്ങൾക്ക് സ്ഥലം പുള്ളി എഴുതി തരുവാൻ ഇടയായി. അതൊരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞാൻ എൻ്റെ കൂട്ടുകാരോടെല്ലാം മാതാവിനെക്കുറിച്ച് പറയുകയും കൃപാസനം പത്രം എൻ്റെ വേറെ നാഷണാലിറ്റി ആൾക്കാർക്കെല്ലാം കൊടുക്കുകയും അവരോടെല്ലാം മാതാവിനെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആൾക്കാരെല്ലാം പറ്റുന്ന വിധത്തിലെല്ലാം സഹായിക്കാറുണ്ട്.